സാധിക്കുന്നതെന്ന് അല്ല എന്റെ അഭിപ്രായം. അഭിപ്രായം വ്യത്യസ്തമാണ്. പക്ഷേ ഈ നില തുടർന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മേൽവിലാസം പോലും കേരളത്തിലില്ലാത്ത ഒരു സ്ഥിതിവിശേഷം വരും. അതിനുവേണ്ടി ചെയ്യുന്ന ഏത് നടപടിയും എന്തും സഹിക്കും. പക്ഷേ എന്റെ ഇടപാട് കൂടാതെ കൊണ്ട് തന്നെ കേരളത്തിൽ നല്ലൊരു ഗവൺമെന്റ് പരിപാടി പറയുന്നതനുസരിച്ച് ചെയ്യുന്നൊരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ സാധിക്കും. കാരണം വാക്ക് പാലിക്കണം. വാക്ക് പാലിക്കണം എന്ന് പറയുമ്പോൾ ജനങ്ങളോട് ചെയ്യുന്ന വാക്കാണ്, ജനങ്ങൾക്ക് വേണ്ടിയുള്ള വാക്കാണ്. ജനങ്ങളോടൊന്ന് പറയുകയും മറിച്ചൊന്ന് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഭരണപരമായ വഞ്ചനയ്ക്ക് സാക്ഷി നിൽക്കാൻ ഞാനുണ്ടാവില്ല. നേരെ മറിച്ച് അത് ഇല്ലാതിരിക്കാനുള്ള കർമ്മയുദ്ധത്തിൽ ഏത് പരിധിവരെയും പോകും. വാക്കുപാലിക്കുന്ന ഒരു ഭരണകൂടത്തിന് വേണ്ടി കേരളത്തിൽ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന സംസ്ഥാന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ അങ്ങ് ഒരു പുതിയ പാർട്ടിയുടെ സാരഥിയായിട്ട് തന്നെയും തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങുമെങ്കിൽ കേരളത്തിന് കരുതാമോ കെ കരുണാകരൻ ഒരു വട്ടം കൂടി മുഖ്യമന്ത്രിയാകാൻ സന്നദ്ധനായി വരുന്നു എന്ന്? ഞാൻ തീരെ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ്. എങ്കിൽ പോലും ഈ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ ഒരു തീരുമാനം എടുക്കും. ഒരു കാര്യം തീർച്ച, കേരളത്തിലെ ജനങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങളും ഒരിക്കലും പരിഗണിക്കാതിരിക്കില്ല, കണ്ണടക്കില്ല. അവർക്ക് വേണ്ടി എന്തും ഞാൻ സഹിക്കും. ഇപ്പോ ഈ മറ്റൊരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു മേഖലയിലേക്ക് പോകുമ്പോൾ പല കോൺഗ്രസുകാരും ഇതിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമല്ലോ. അങ്ങനെ പോകുന്ന പോക്കിൽ എനിക്കുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ പ്രയാസം ഞാൻ അനുഭവിക്കേണ്ടതും ഇതിനു വേണ്ടി മാത്രമാണ്. കേരളത്തിൽ കോൺഗ്രസിന് തന്നെ ഒരു നല്ല ഭരണം കാഴ്ചവെക്കാൻ സാധിക്കണം. കോൺഗ്രസിന്റെ കുറ്റമല്ല, കോൺഗ്രസിന്റെ പേരിൽ ഭരണം നടത്തിയ ആളുകളുടെ കുറ്റമാണ്. മറ്റൊരു അന്വേഷണം ശ്രീ കെ കരുണാകരൻ, ഇപ്പോൾ ഏതാണ്ട് ഒരു 12ഓളം MLA-മാർ അങ്ങയുടെ കയ്യിൽ രാജ്യസന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് രേഖാമൂലമോ അല്ലാതെയോ എഴുതി തന്നിട്ടുണ്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണല്ലോ റിപ്പോർട്ടുകൾ. യഥാർത്ഥത്തിൽ അവരുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് ഈ തൃശൂർ പ്രഖ്യാപനം നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ അങ്ങയുടെ മനസ്സിൽ ഇപ്പോൾ എന്താണ്? അവരുടെ താല്പര്യമെന്ന് പറഞ്ഞ അവരുടെ മെമ്പർ അംഗത്വം മാത്രമല്ല, അംഗം എന്നുള്ളതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യിക്കുന്നതിന് അവസരമുണ്ടാക്കി കൊടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ചെയ്യും. പക്ഷേ അവരെ ഒരു തരത്തിലും നിർബന്ധിച്ച് രാജിവെക്കാൻ പറയില്ല. അങ്ങനെ പറയേണ്ട ആവശ്യം വരില്ല. അവസരം വരും, സമയം വരും, ഒരു നിമിഷവും മാറ്റിവെക്കാതെ അവർ ആ കർമ്മം നിർവഹിക്കും. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, അഥവാ അവർ ഈ കോൺഗ്രസിന്റെ ബെഞ്ചുകളിൽ തന്നെ തുടർന്നും ഇരിക്കുന്നു എന്നിരിക്കട്ടെ, സാങ്കേതികമായ തുടർച്ചയ്ക്ക് വേണ്ടി. പക്ഷേ അവർ ഒരു സംഘം എന്നുള്ള രീതിയിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെതിരായിട്ടുള്ള ഉപരോധങ്ങൾ തുടരുമോ അല്ലെങ്കിൽ തുടങ്ങുമോ? ആ അർത്ഥത്തിൽ ചോദിച്ചാൽ അവര് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള ഗവൺമെന്റ് ഒരു ഉപരോധ ശക്തിയെ വളർന്നു വരുന്നത്. അപ്പൊ അവരെങ്ങനെ ഒഴിഞ്ഞു നിൽക്കുക? അത് ശരി. മറ്റൊരു ചോദ്യമുള്ളത്, ഇപ്പോൾ യഥാർത്ഥത്തില് തൃശൂർ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ അങ്ങയോടൊപ്പം അങ്ങ് വളർത്തിക്കൊണ്ടുവന്നു എന്ന് തന്നെ പറയാവുന്ന പല നേതാക്കന്മാരും മണിക്കൂറുകൾ വെച്ച് അല്ലെങ്കിൽ ദിവസങ്ങൾ വെച്ച് അങ്ങയുടെ താവളത്തിൽ നിന്ന് മറുകണ്ഠം ചാടുന്ന ഒരു ദൃശ്യം ഒരു 3-4 ദിവസമായിട്ട് യുദാസ് ആ റെഫറൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് ഇങ്ങേയറ്റം ശിവകുമാറിന്റെ ആ ഒരു ചാട്ടം വരെയുള്ള കാര്യങ്ങൾ ഓർത്തുകൊണ്ട് യഥാർത്ഥത്തിൽ താൻ വളർത്തിക്കൊണ്ടുവന്ന് തന്നോടൊപ്പം നിർത്തിയ ആളുകൾ നിർണായക സന്ധികളിൽ തന്നെ ഉപേക്ഷിക്കുന്നു എന്നുള്ള അങ്ങയുടെ രാഷ്ട്രീയ ജാതകത്തിലെ ഈ ശനിദശ തൃശൂർ സമ്മേളനത്തിന് ശേഷവും തുടരുമോ? എന്താ കരുതുന്നത്? എനിക്കുള്ള ഒറ്റ പ്രയാസം, ഇവരാരും ഇനി ഈ നിലയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ തിരിച്ച് തിരുവനന്തപുരം നിയമസഭയെ കാണില്ല. ഞാൻ വളർത്തിക്കൊണ്ടുവന്ന ആളുകളെ കൊണ്ട് പ്രയോജനമുണ്ടാകണമെന്നുണ്ടായിരുന്നു. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ ഈ തരത്തിലുള്ള ആളുകളെ ഉപയോഗിക്കാൻ കഴിയുന്നത് പറഞ്ഞ മാതിരി യുവദാസ് മാത്രമേ ഉള്ളൂ. പക്ഷെ എങ്കിൽ ഞാൻ അതായിട്ട് ഉപയോഗിക്കുകയല്ല ചെയ്തത്. തൃശൂർ സമ്മേളനത്തിന് ശേഷം, അതായത് ഇനിയങ്ങോട്ടുള്ള 10-48 മണിക്കൂറിൽ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമെങ്കിൽ അങ്ങായിരിക്കും ചെയർമാൻ, ശ്രീ മുരളീധരൻ വർക്കിംഗ് ചെയർമാൻ എന്നുള്ള റിപ്പോർട്ടുകൾ കണ്ടു. സ്ഥിരീകരിക്കുമോ? ആ റിപ്പോർട്ടൊക്കെ അടിസ്ഥാനരഹിതമാണ്. ഈ സമയം വരെ ആലോചിക്കാത്ത ഒരു കാര്യമാണ്. അതെ, അതൊക്കെ ഒരു ചെറിയ കാര്യമല്ല. പാർട്ടിയുടെ ഭാരവാഹിത്വം എന്നുള്ളതൊന്നും അങ്ങയുടെ സങ്കല്പത്തിൽ ഇപ്പോഴുമില്ല. കാരണം 3 തിരിച്ചു കഴിഞ്ഞപ്പോഴും ഞാൻ ഭാരവാഹിത്വമൊന്നും എടുത്തിട്ടില്ല.
പുതിയ പാർട്ടിയുടെ പ്രഖ്യാപനത്തിന് വേണ്ടി തൃശൂർ വേദിയിലേക്ക് കയറുന്നതിന് മുമ്പ് നെഹ്റു കുടുംബത്തിന്റെ ചരിത്രവുമായുള്ള വൈകാരികമായ ബന്ധത്തിന്റെ പേരിലെങ്കിലും ശ്രീ കെ കരുണാകരൻ ശ്രീമതി സോണിയാഗാന്ധിയോട് സാങ്കേതികമായി വിട ചൊല്ലാനെങ്കിലും ബന്ധപ്പെടുമോ? വിട ചൊല്ലുന്നില്ലല്ലോ. ആ കുടുംബമായിട്ട് വിട്ടുവീരാൻ എനിക്ക് ആഗ്രഹമില്ല. അവരുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയിൽ നിന്ന് മാറുമ്പോൾ പാർട്ടിയിൽ നിന്ന് ഞാൻ നെഹ്റു കുടുംബവുമായിട്ട് ബന്ധമുള്ള പാർട്ടിയായാലും വ്യക്തിയായാലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അത് ചെയ്യേണ്ടി വന്നത് അവർ പ്രതിനിധാനം ചെയ്ത ആ സമീപനമുണ്ട്, ആ അടിസ്ഥാനപരമായ സമീപനം, അത് മുഴുവൻ തകർക്കപ്പെട്ട് കാണുമ്പോൾ ആ കുടുംബത്തോടുള്ള എന്റെ ആദരവും ബഹുമാനവുമാണ് ഈ പ്രവൃത്തി ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു വേദിയിൽ നിന്നുകൊണ്ടാണെങ്കിലും കേരളത്തിലെ കോൺഗ്രസിന്റെ ആദർശപരവും കർമ്മപരവുമായ യശസ് വീണ്ടെടുക്കാൻ അങ്ങയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് സാധിക്കുന്നു എന്ന് ഇരിക്കട്ടെ, ആ ഘട്ടത്തിൽ ഇതാ കേരളത്തിലെ കോൺഗ്രസിനെ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു, അതിന്റെ ശക്തിയെയും ഊർജ്ജത്തെയും ഞാൻ അത് കോൺഗ്രസ് പ്രസിഡന്റിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ശ്രീമതി സോണിയാഗാന്ധി സന്ദർശിക്കുമോ? വരും കാലങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് രാഷ്ട്രീയ കാര്യങ്ങൾ പ്രത്യേകിച്ചും ഫോർകാസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഏതായാലും ഞാൻ ആ കുടുംബത്തോട് എന്നും കടപ്പെട്ടവരാണ്. അതിൽ നിന്ന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ സമരരംഗത്ത് അല്ലെങ്കിൽ ഞാനല്ല, പ്രവർത്തകന്മാരും ഞാനും ഞങ്ങൾ കൂട്ടായി പ്രവർത്തിക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ തടസ്സം വന്നാലും ഭാരത യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞതാണ്, കടമ നിർവഹിക്കണം. അവിടെ വ്യക്തി പ്രശ്നമല്ല, അച്ഛനായാലും മകനായാലും ആ കടമ നിർവഹിക്കാനുള്ള ആഹ്വാനം കൊടുത്ത ഭഗവാന്റെ വികാരവും ഭഗവാന്റെ ചിന്തയും എനിക്കും പകർന്നു തരണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നേ. വളരെ സാധാരണമായ മറ്റൊരു അന്വേഷണം, പുതിയ പാർട്ടി പ്രഖ്യാപിക്കാൻ വേണ്ടി തൃശൂരിലേക്ക് പോകുന്നതിന് മുമ്പ് അങ്ങയുടെ ഓർമ്മകൾ ഓളം തള്ളുന്ന ഇന്ദിരാഭവൻ ഇവിടെ തിരുവനന്തപുരത്ത് സന്ദർശിക്കുമോ? അവിടെ സന്ദർശിക്കണേ. ഇതിനു വേണ്ടി ഇന്ദിരാഭവന് പേരിട്ട കോൺഗ്രസ് ഓഫീസാവില്ലത്. അതുണ്ടാക്കി ഞാൻ ഇരിക്കുന്ന കാലത്ത് തന്നെയാണ് പ്രസിഡന്റ് വരാൻ സഹായിക്കാറുണ്ട്. പക്ഷേ അങ്ങനൊരു പുണ്യസ്ഥലമായി അതിനെ കാണാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിന് ഇപ്പോൾ തൽക്കാലം മുതിരുന്നില്ല. ഒരവസരം വരും. രാഷ്ട്രീയത്തിലെ കർമ്മയോഗിയായിരുന്നു എന്നും ശ്രീ കെ കരുണാകരൻ. കർമ്മയോഗിയായ ശ്രീ കെ കരുണാകരന് ഇനിയങ്ങോട്ടുള്ള നാളുകളിലെ നീക്കങ്ങൾക്ക് ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ജനങ്ങളുടെയും ഭഗവാന്റെയും അനുഗ്രഹം കൊണ്ട് മുമ്പോട്ട് പോകും. ആരെല്ലാം എതിർക്കാൻ വന്നാൽ ശരി, മുന്നോട്ടാണ് എന്റെ ജീവിതകഥ എഴുന്നേൽപ്പാണ്. തളരാതെ മുന്നോട്ട്. അതാണ്. ശരി, താങ്ക് യു.